സുബൈർ പാപ്പാണ്. വയനാട് മുത്തങ്ങയിലാണ്, അതും എവിടെ? AT വില്ലയിൽ. ഇന്നത്തെ വരവിൽ ഒരു പ്രത്യേകതയുണ്ട് മക്കളെ, ഇരട്ടി മധുരാണെന്ന് നിങ്ങൾ പറയുന്നു. എന്താണ് നിങ്ങൾ ഇരട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നത്? കാരണം ഇന്ന് ഇവര് ഈ കുറഞ്ഞ ഇവര് ഓപ്പൺ ആക്കിയിട്ട് ഒരു 1-2 മാസം കുറഞ്ഞ കാലങ്ങളിൽ തന്നെ ഒരു സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നു. ഒരാഴ്ചയായിട്ട് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പൊ ഇത്ര ആളുകൾ പബ്ലിസിറ്റി ആയി തുടങ്ങി ആളുകളൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മുത്തറിയപ്പെട്ടു. ഏത് സിനിമയാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നത്? വിശദീകരിച്ചു. മുജീബ് ജാംജും കഥ എഴുതിയിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന, എൻ്റെ പേര് റഷീദ് ചേളാരി, ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പാതിര കഥ. എത്രാമത്തെ സിനിമയാണ് സാർ ഡയറക്റ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ OTT മൂവി മൂന്നാമത്താണ്. പിന്നെ കുറച്ച് ഷോർട്ട് മൂവീസ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിൻ്റെ മുമ്പ് അട്ട, ആ പഴയ ഞാൻ, അങ്ങനെയുള്ള കുറച്ച് മൂവീസ് ചെയ്തു. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ബബിത പേൾ സ്റ്റുഡിയോ. എവിടെയാണ് സ്റ്റുഡിയോ നിങ്ങളത്? നടക്കാവ്. ഒത്തിരി മൂവീസിനും ഇതിനെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കഥ എഴുതിയ ആളുടെ വൈഫാണിത്. കഥ എഴുതിയ ആളുടെ. നിങ്ങൾക്ക് ആ കഥയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് ചർച്ച ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, അദ്ദേഹം കൂടെ വരണ്ടാണ്, കുളിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ്. എന്തായിരിക്കും ശരിക്കും ഒരു കഥാകൃത്തിന്റെ ഭാര്യയായിരിക്കും അതിന്റെ ശരിക്കും ആദ്യത്തെ ഒരു പ്രേക്ഷക. കാരണം എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. അതായത് ഒറ്റ കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദാണോ? അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ ലൊക്കേഷൻ മുഴുവൻ വയനാടാണ്. മുൻപ് അട്ട എന്ന് പറഞ്ഞ മൂവി ഞാൻ വയനാട്ടിലാണ് ഷൂട്ട് ചെയ്തു. മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം, കൽപ്പറ്റ ആ ഏരിയയിലേക്ക്. അന്ന് ഞങ്ങൾ ഇതേപോലെ ക്രൂ ടീം വന്നിട്ട് ഈ പറഞ്ഞ പോലെ താമസിക്കാൻ പല യൂണിറ്റ് ഒരു സ്ഥലത്ത്, പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്ഥലത്ത്, ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്ഥലത്ത്, അങ്ങനെ പല പല സ്ഥലങ്ങളിലും അതും അന്വേഷിച്ച് ചെറുതും വലുതും സൗകര്യങ്ങൾ, പലതരത്തിലുള്ള സൗകര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ മൂവി കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നിരുന്നു അക്കോമഡേഷൻ്റെ ഭാഗത്തു നിന്നുള്ള. ഫിനാൻഷ്യലും അത് മാത്രമല്ല, അതെ, നമുക്ക് അത്യാവശ്യ സമയത്ത് ചെല്ലുന്ന സമയത്ത് അവർ ഫിനാൻഷ്യലി അവർ കൂട്ടി പറഞ്ഞിട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. മാത്രമല്ല പിന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നിങ്ങനെ താമസ സൗകര്യത്തിന്റെ കാര്യത്തിലാണ് കംപ്ലൈന്റ് വന്നിരുന്നത്. ഈ ഫിലിം ക്രൂവിൽ പല ആൾക്കാരും പല ഭാഗത്തും എത്തിപ്പെടാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഞാൻ ഡയറക്ടറാണ്, നമുക്കത് നോക്കണ്ടെങ്കിലും ഒരു ഷിപ്പ് ഓഫ് കപ്പിത്താൻ എന്നുള്ള നിലയ്ക്ക് പ്രൊഡ്യൂസർ നമ്മളോട് അത് ഇത്ര താമസ സൗകര്യത്തിന് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു എന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇവിടെ നമ്മൾ AT വില്ലാസിൽ അത് നമുക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും മാത്രമല്ല നമുക്ക് ഇത്രയും സൗകര്യവും സപ്പോർട്ടിങ് അതിനുണ്ട്. അത്രയും സപ്പോർട്ടിങ് അത് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം നമ്മുടെ ടീമിന് നമ്മൾ ഫിലിം ടീം അങ്ങനെ വയനാട്ടിൽ ഈ ഭാഗത്തെത്തി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ, കാരണം ഇത് ഒരു ഇതായിട്ട് പറയല്ല, പ്രൊമോഷൻ നിങ്ങൾ പ്രൊമോഷൻ വേണ്ടി ചെയ്യല്ല, കാരണം നിങ്ങൾ ഉള്ളിൽ നിന്നും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇനിയിപ്പോൾ പുറമെ ഒരു ടീം, ഇപ്പം താങ്കളല്ലാത്ത ബ്ലോഗർ അല്ലാത്ത ഒരാളോട് അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു താമസം ചോദിച്ചാൽ അത് സെയിം ഇതേ അനുഭവമേ നമ്മൾ പറയും. നിങ്ങൾ പ്രേക്ഷകർ കേൾക്കാനോ നാട്ടുകാരെ ഇവരെ മുന്നിൽ ഇദ്ദേഹത്തിനെ പ്രശംസിക്കാനോ വേണ്ടി പറയുന്നത്. ഞങ്ങൾ പരസ്പരം ക്രൂ മെമ്പേഴ്സ് പരസ്പരം പറയുന്ന നമുക്ക് ഇവിടെ കിട്ടിയത് ഭാഗ്യമായി. കാരണം അത്രയും സൗകര്യം മാത്രമല്ല, ഇവരുടെ സർവീസ് നമുക്ക് അങ്ങനെയുള്ള ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എവിടെ പോയി കഴിഞ്ഞാലും നമുക്കറിയാം ഒരു കൃത്യ ടൈമും കൃത്യ ഇത് വെച്ചിട്ട് അവർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഇത് അങ്ങനത്തെ യാതൊരു സംഭവമില്ല. നമ്മുടെ സ്വന്തം വീടുകളിൽ എങ്ങനെയാണോ കഴിയുന്നത് അത്രയും ഫ്രീഡത്തോട് കൂടിയിട്ടാണ് എൻ്റെ ക്രൂ ഇവിടെ കഴിഞ്ഞത്. എല്ലാവരും വേറെ എന്തിൻ്റെങ്കിലും പ്രൊഡക്ഷനിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും താമസത്തിൻ്റെയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ അവർ വളരെ ഹാപ്പിയാണ്. ഒരു പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു മൂവീൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. അതായത് എൻ്റെ ക്രൂവിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് അവിടെ താമസിക്കാൻ എവിടെയൊക്കെ സ്ഥലം കിട്ടി അങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ പറഞ്ഞ് AT കല്ലൂരിൻ്റെ 66 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ AT വില്ലാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വാഹനത്തും മെയിൻ റോഡിൽ മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. നമ്മളിപ്പോൾ ആ പ്രൈസ് പറയുന്നില്ല, പക്ഷേ എവിടെയും നമുക്ക് കിട്ടാത്ത പ്രതീക്ഷിക്കാതെ, അതും ഈ സീസൺ സമയത്ത് അതുകൂടെ എടുത്ത് പറയണം. ഈ ഒരു പിന്നെ വില്ലയിൽ താമസിച്ച ആൾക്കാരുടെ ഒരു അനുഭവങ്ങൾ പറയുമ്പോൾ അത് വല്ലാത്തൊരു പോസിറ്റീവാണ്. അപ്പോൾ ഓരോ ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്ന ഓരോരുത്തരും വയനാട് മുത്തങ്ങ ഭാഗത്ത് അല്ലെങ്കിൽ വയനാട് തന്നെ നിങ്ങളൊരു താമസ സൗകര്യം അന്വേഷിക്കുന്നു എങ്കിൽ നമ്മുടെ മുനീർ ഭായിയുടെ AT വില്ലാസ് ഒന്ന് സന്ദർശിക്കുക. പാതിര കഥ എന്നുള്ള മൂവി റിലീസായി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക.
അത് എത്ര ദിവസം കൊണ്ടാണ് ഇത് ഏകദേശം നിങ്ങൾ 10 ദിവസത്തെ ഷൂട്ട് 10 ദിവസം കഴിഞ്ഞ് ഏകദേശം ഇത് റിലീസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു 1-2 മാസം വരും. ഒരുപാട് പ്രോസസ്സിങ്. എന്തായാലും എത്ര സമയം എടുത്താലും നമ്മളെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഞാനടക്കം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഉന്നത വിജയം. ആ മൂവി നമ്മൾ പ്രതീക്ഷയില്ലാതെ നിങ്ങൾക്ക് ചെലവഴിച്ചതിൻ്റെ ഒരു 10 ഇരട്ടി അതിൽ നിന്ന് വരുമാനം കിട്ടട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും നേരം.